ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസൈഡർ ബൈയിങ് സ്ട്രാറ്റജി. അത് ഇൻസൈഡർ ബൈയിങ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അറിയാത്തവർക്കായി ഞാൻ ഒന്ന് പറയാം. ഇൻസൈഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ, അതായത് കമ്പനിയുടെ CEO ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലിരിക്കുന്ന ഒരു ഡയറക്ടറോ അതുപോലെ ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് തന്നെ ആവാം. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കമ്പനിയിലെ ഷെയർ വാങ്ങിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു മാറ്റം അത് ഭയങ്കര വലുതായിരിക്കും. അതായത് ഇവർ പലപ്പോഴും വാങ്ങിക്കുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന ന്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പാൻഷൻ, ഇതിന് എന്തെങ്കിലും ബേസിൽ കമ്പനിക്ക് നല്ലത് വരുന്നു എന്നറിഞ്ഞിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരു ന്യൂസ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഗുണം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇത് റീറ്റെയിൽ ട്രേഡർമാര് പലപ്പോഴും മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ബിഗ് പ്ലേയേഴ്സ് ഒന്നും മിസ്സാക്കാറും ഇല്ലാത്തൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീറ്റെയിൽ ട്രേഡർമാർക്ക് ഇതിനുള്ള ഒരു അനലിറ്റിക്സോ ഒരു ടൂൾസോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ഇല്ല. അതായത് എവിടെയാണ്, ആരാണ്, എത്ര രൂപയ്ക്കാണ് ഷെയർസ് വാങ്ങുന്നത്, ഒരു ബൾക്ക് ഓർഡർ എടുക്കുന്നത് എന്നൊന്നും അറിയാനുള്ള സിറ്റുവേഷൻ ഇല്ല. ആ സമയത്താണ് നമുക്ക് ബ്രേക്ക് പോയിന്റ് ഉപകാരത്തിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക് പോയിന്റിൽ നമുക്ക് ഈ ആക്ടിവിറ്റി, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ് ഉണ്ട്. സാധാരണയായി ഒരു ഇൻസൈഡർ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല ദിവസങ്ങളായിട്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ദിവസങ്ങളുടെ പാറ്റേൺസ് ട്രാക്ക് ചെയ്ത് അത് കാണിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ബ്രേക്ക് പോയിന്റിലുള്ളത്. നമുക്ക് എങ്ങനെ ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ് ബ്രേക്ക് പോയിന്റിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ബ്രേക്ക് പോയിന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡാഷ്ബോർഡിൽ നമുക്ക് വരുന്നൊരു സെക്ഷനാണ് ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഇവിടെ കാണിക്കുന്നത് ആരൊക്കെ എത്രയൊക്കെ ഷെയർ വാങ്ങിയെന്നും ഏത് കമ്പനിയിലാണ് വാങ്ങിയെന്നും ഉള്ള ഡീറ്റെയിൽസ് വരുന്നു. നമുക്ക് അനലിറ്റിക്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നു. അവിടെ ഏതെല്ലാം കമ്പനിയാണ് വാങ്ങിയെന്നും എത്ര കമ്പനികൾ വിറ്റു എന്നും അങ്ങനെയുള്ള ആരൊക്കെ വാങ്ങി, പ്രൊമോട്ടർ ഗ്രൂപ്പ് ആണോ വാങ്ങിയത്, ബൈ ആണോ സെല്ലാണോ ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇത് വീക്ക്ലി, ലാസ്റ്റ് ഒരു വീക്കിൽ വന്ന ഒരു ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ ഒരു മാസത്തിൽ വന്ന ഡീറ്റെയിൽസും കിട്ടും നമുക്ക്. അതുപോലെ 3 മാസം വരെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മെയ് മാസം അവസാനം സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച 3-4 ട്രേഡ്സ് ഉണ്ടായിരുന്നു. അത് ഒന്ന് വന്നത് DB കോർപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിലായിരുന്നു. DB കോർപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് 21-ാം തീയതിയാണ്. ആ 21-ാം തീയതി മുതൽ ഇതിൽ വരുന്ന ഒരു മൂവ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മൂവാണ് നമുക്ക് കിട്ടിയത്. മെയ് 21 നമുക്ക് കിട്ടിയ സിഗ്നലാണ്. അതിനുശേഷം ഒരു മൂവ് കിട്ടിയത് ഏകദേശം ഒരു 16% മൂവ് നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത വന്നൊരു സ്റ്റോക്കാണ് സൺടെക് നമുക്ക് കിട്ടിയത് 22-ാം തീയതിയാണ്. 22-ാം തീയതി സ്റ്റോക്ക് വരുമ്പോൾ അതിന്റെ പ്രൈസ് ഏകദേശം 412.75 ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഇതുവരെയുള്ള ഒരു മൂവ് കിട്ടിയത് ഏകദേശം ഒരു 11%. നമുക്ക് വൺസ് ഇതുപോലൊരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രേക്ക് പോയിന്റിൽ തന്നെ വരുന്ന ടെക്നിക്കൽ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം DB കോർപ്പ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അടുത്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടാവരുത്. അടുത്ത് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ്സ് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ ലോ ആണ്. നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു പറഞ്ഞ സൺടെക് നോക്കാം. നമുക്ക് സൺടെക്കും ഇതുപോലെ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും നോക്കാം. അതിനുശേഷം നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ എപ്പോഴും നോക്കുന്നത് ADX ട്രെൻഡ് ബുള്ളിഷ് ആണോ. അപ്പൊ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ആ സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് അത് ഓൾവേസ് ചെക്ക് ചെയ്യുക. വളരെ അടുത്താണ് റെസിസ്റ്റൻസ് എങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നല്ലൊരു മൂവ് കിട്ടി തുടങ്ങിയാൽ മാത്രം കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ബ്രേക്ക് പോയിന്റിൽ. അത് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല ട്രേഡ്സ് കണ്ടെത്തി ആദ്യമേ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു മൂവ് ക്യാപ്ചർ ചെയ്യാന്നുള്ളത്. ഇത് നമുക്ക് എങ്ങനെ ബ്രേക്ക് പോയിന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ നോക്കാം. ബ്രേക്ക് പോയിന്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരേണ്ടത് ബ്രേക്ക് പോയിന്റ് വെബ്സൈറ്റിലാണ്. അത് brkpoint.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹോം പേജിൽ വന്നാൽ നിങ്ങൾക്ക് ലോഗിൻ അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഈ സൈനപ്പ് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP കോഡ് നിങ്ങളുടെ ഇമെയിലിൽ വരുന്നതാണ്. ആ OTP കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സൈനപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഡാഷ്ബോർഡ് കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ മെമ്പർഷിപ്പ് അതായത് നിങ്ങൾ ഒരു പ്ലാൻ നിങ്ങൾ എടുക്കേണ്ടതായുണ്ട്. ആ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഫ്രീ പ്ലാനിലാണ് വരുന്നത്. ഈ ഫ്രീ പ്ലാനിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ അതിന്റെ പ്രോ പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ പ്രോ പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും. പ്രോ പ്ലാനിൽ 2 പ്രോ പ്ലാൻ ഉള്ളത്. അതായത് 28 ഡേയ്സ് ഉണ്ട്, 365 ഡേയ്സ് ഉണ്ട്. 28 ഡേയ്സ് വരുമ്പോൾ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. 365 ഡേയ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരും. ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേയിൽ നമുക്ക് പേ ചെയ്തിട്ട് അവിടെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി പ്രോസസ് ആവുന്നതാണ്. വൺസ് നമുക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഹോം പേജിൽ വന്നാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ആക്സസ് ആവാം. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ ആക്സസ് ആവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.